ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 മുതലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മെയിൻ പരീക്ഷയ്ക്ക് മാർച്ച് മാസത്തിൽ നടന്നിട്ടുള്ള മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 3-digit നമ്പർ. ഒരാളോട് ഒരു 3 അക്ക സംഖ്യ പറയുകയാണ്. അവർക്ക് ഏത് വേണമെങ്കിലും പറയാം. വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് ഓൾ ദ 3 digits ഓഫ് ദിസ് നമ്പേഴ്സ് ആർ ദി സെയിം? എല്ലാം ഒരുപോലെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണ്? എല്ലാ ഡിജിറ്റ്സും ഒരുപോലെ വരുന്നതിനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അതിനാദ്യം നമുക്ക് അറിയണം, ഒരാളൊരു 3-digit നമ്പർ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 100 മുതൽ 999 വരെയുള്ള ഏത് സംഖ്യ വേണമെങ്കിലും പറയാം, അല്ലേ? 3-digit നമ്പർ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 100 to 999 വരെയുള്ള ഏത് സംഖ്യ വേണമെങ്കിലും അദ്ദേഹത്തിന് പറയാം. അപ്പോൾ മൊത്തം എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? 999 നിന്ന് എന്ത് മൈനസ് ചെയ്തുകൊണ്ട് വെച്ചാൽ മതിയാവും? 99 മൈനസ് ചെയ്തുകൊണ്ട് വെച്ചാൽ മതിയാവും. എന്തുകൊണ്ടാണ്? 99 എണ്ണം എന്ന് പറയുന്നത് എന്താണ്? അത് 2-digit നമ്പേഴ്സ് ആണ്, അല്ലേ? 1 മുതൽ 999 വരെയിൽ 99 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. 99 എണ്ണത്തിനെ മാറ്റിയാൽ മതി. ഈ 99 എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 2-digit നമ്പേഴ്സ് ആണ്. അപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് 3-digit നമ്പേഴ്സ്, ടോട്ടൽ 3-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 999 മൈനസ് 99. ഓക്കെ, അപ്പോൾ എത്ര വരും? 900 വരും. നമുക്ക് ആകെയുള്ള 3-digit നമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 900 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ഓൾ ദ 3 digits ഓഫ് ദിസ് നമ്പേഴ്സ് ആർ ദി സെയിം? നമ്മൾ റാൻഡമായിട്ടൊരു നമ്പർ പറഞ്ഞു, ആ നമ്പറിലെ എല്ലാ ഡിജിറ്റുകളും ഒരുപോലെ ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രമാത്രമാണ്? അതായത് നോക്കാം, 111, 222, ഇങ്ങനെ എത്ര നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും? ഇങ്ങനെ 9 വരെയല്ലേ നമുക്ക് എഴുതാൻ പറ്റുന്നത്. 333, 444, then 555, 666, 777, 888, 999, ഇങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട്? മൊത്തം 9 നമ്പേഴ്സാണ് ഇങ്ങനെ വരുന്നത്, അല്ലേ? 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രോബിലിറ്റി എത്രയാണ്? 9/900 ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? എത്രയാണ്? അപ്പോൾ 1/100 ആണ് പ്രോബബിലിറ്റി. ഓക്കെ, ദെൻ അത് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 5? 5ൻ്റെ ഗുണിതമാകാനുള്ള ചാൻസ് എത്രയാണ്? അപ്പോൾ 5ൻ്റെ ഗുണിതം എന്ന് പറയുന്നത് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫസ്റ്റ് ഗുണിതം എന്ന് പറയുന്നത് ആരാണ്? 100 തന്നെയാണ്, അല്ലേ? ഫസ്റ്റ് 3-digit നമ്പേഴ്സിൽ 5ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 100 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 105 ആണ്. ദെൻ അങ്ങനെ പോയി എവിടെ വരെ പോകും? എവിടെ വരെയാണ് പോകുന്നത്? വിച്ച് ഇസ് ലെസ് ദാൻ 200 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ 195 വരെയാണ് പോകുന്നത്. ഓക്കെ, 5ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കണം എന്നാണ്, എന്നാൽ 200-നെക്കാട്ടിലും താഴെയായിരിക്കണം. 200 പെടാൻ പാടില്ല. 200-ൽ താഴെയാണെന്ന് പറയുന്നത്. ലെസ് ദാൻ 200 എന്നാണ് പറഞ്ഞേക്കുന്നത്. 200-ൽ താഴെയാണ്. അപ്പോൾ 100 മുതൽ 195 വരെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ സഹായം തേടാം. എന്താണ് n കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ? എന്താണ്? ലാസ്റ്റ് ടേം ആയിട്ടുള്ള 195 മൈനസ് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 100 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് വരുന്നത്? 195 നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ 95 ആണ് വരുന്നത്. 95/5 പ്ലസ് 1. 95 എന്ന് പറയുന്നത് 95 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് 19 ആണ്. 19 പ്ലസ് 1 20. അപ്പോൾ 5ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള 20 നമ്പേഴ്സാണുള്ളത് കേട്ടോ. അപ്പോൾ ഇനി പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? P is equal to എത്രയാണ്? ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 20 ആണ്. സോ 20 എത്രയാണ് ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 900 ആണ്. നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോഴേക്കും 1/45 എന്ന് വരും. ഓക്കെ, 0 കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി 1/45 എന്ന് വരും. സോ ആദ്യത്തതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1/100 ആണ്. ദെൻ രണ്ടാമത്തതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/45 ആണ്, അല്ലെങ്കിൽ 20/900 എന്ന് എഴുതാം കേട്ടോ.
അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ എഴുതി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചൊരു നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം, എന്നാലും നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിന് 2 മാർക്ക് വന്നത് ചോദ്യത്തിന്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അതും കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നോക്കാം നമുക്ക്. A box contain 4 slips numbered 1, 3, 5, 7. ഓക്കെ, ഒരു ബോക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ 1, 3, 5, 7 എന്ന് എഴുതിയിട്ടുള്ള സ്ലിപ്പുകൾ കിടക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ബോക്സ്, അതിൻ്റെ ഉള്ളിൽ 3 സ്ലിപ്പുകളാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ 2, 4, 6 ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇഫ് 1 slip is drawn from each box, ഓരോ ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതമാണ് നമുക്ക് എടുക്കേണ്ടത്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഇസ് എ പ്രൈം? പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് പ്രൈം ആകാനായിട്ടുള്ള ചാൻസുകൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് എത്ര രീതിയിൽ നമുക്കിതിനെ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എഴുതേണ്ടത്. നമ്മുടെ ആദ്യത്തെ ബോക്സിൻ്റെ പടം ഞാൻ ജസ്റ്റ് ചുമ്മാ വരച്ചിടാം. ആദ്യത്തെ ബോക്സ് എന്ന് പറയുന്നത് 1, 3, 5, 7 ആണ് കിടക്കുന്നത്. ദെൻ രണ്ടാമത്തെ ബോക്സ് എന്ന് പറയുന്നത് 2, 4, 6 ആണ്. അപ്പം മൊത്തം നമുക്ക് എത്ര വേസിൽ ചൂസ് ചെയ്യാം? 4 × 3 12, മൊത്തം 12 വേസിൽ ചൂസ് ചെയ്യാം. ആ 12 വേസ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ്? ആദ്യത്തെ ബോക്സിൽ നിന്ന് 1 എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 കിട്ടാം, പിന്നെ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 4 കിട്ടാം, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 6 കിട്ടാം. സിമിലർലി ആദ്യത്തെ ബോക്സിൽ നിന്ന് നമ്മൾ 3 എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 കിട്ടാം, ദെൻ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 4 കിട്ടാം, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 6 കിട്ടാം. ദെൻ നമ്മൾ 5 എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ബോക്സിൽ നിന്ന് 5 എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 കിട്ടാം, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 4 കിട്ടാം, ദെൻ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 6 കിട്ടാം. ദെൻ 7 എടുക്കുന്നത്, ആദ്യത്തെ ബോക്സിൽ നിന്ന് 7 എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 കിട്ടാം, ദെൻ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 4 കിട്ടാം, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 6 കിട്ടാം. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള 12 പെയറുകൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ക്വസ്റ്റ്യനിലേക്കൊന്ന് തിരിച്ചു പോവുക. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് പ്രൊഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ഇസ് എ പ്രൈം? പരസ്പരം ഇവരുടെ ഈ പെയറിലുള്ള ആളുകളുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ ആകുന്ന കേസ് എത്രമാത്രമാണെന്ന് ഇവിടെ നോക്കുക. 1 പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാദ്യം മനസ്സിലാക്കണം. ആ നമ്പറും 1ഉം അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് ഒന്നുമില്ലാത്ത ആളുകൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്താണ്? 1ഉം 2ഉം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്നത്. സിമിലർലി 3 എന്താണ്? 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. ഇനി വേറെ എക്സാമ്പിൾ 5, 1ഉം 5ഉം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം 4 എടുത്ത് നോക്കൂ. 4 എന്താണ്? 1 × 4 4 കിട്ടുന്നുണ്ട്, 2 × 2 4 കിട്ടുന്നുണ്ട്. അപ്പോൾ 1നെയും 4നെയും കൂടാതെ 2ഉം കൂടെ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. സോ 4 ഒരു പ്രൈം നമ്പർ അല്ല. ഇപ്പോൾ 2, 3, 5, 7 ഇങ്ങനെയൊക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 × 2 2 അല്ലേ? ഇതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു പെയറാണ്. 1 × 2 എന്ന് പറയുന്നത് 1, 2 എന്ന് പറയുന്നത് ഒരു പോസിബിൾ പെയറാണ്. വേറെ ഏതെങ്കിലും പെയർ പോസിബിൾ ആകുമോ? 1 × 4 4 ആണ്, അത് കോമ്പോസിറ്റ് നമ്പറാണ്, പ്രൈം നമ്പർ അല്ല. ദെൻ 1 × 6 അതും പ്രൈം നമ്പർ അല്ല. 3 × 2 6, 4 × 3 12, ദെൻ 6 × 3 ബാക്കിയുള്ള ഒരു നമ്പേഴ്സും അവിടെ പോസിബിൾ അല്ല. നമുക്ക് ആകെ പോസിബിൾ ആവുന്ന പെയർ എന്ന് പറയുന്നത് ആരാണ്? 1, 2 എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? 1/12 ആണ്. ഓക്കെ, ആകെ മൊത്തം 12 ഔട്ട്കംസിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് പ്രൈം ആകുന്ന രീതിയിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ, 1, 2 എന്ന് പറയുന്ന പെയർ മാത്രം. വേറെ ഏത് പെയർ എടുത്താലും എന്താണ് അത്? എന്തല്ല? പ്രൈം നമ്പർ അല്ല. അവരൊക്കെ എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. ദെൻ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 7? പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 7 ആകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ജസ്റ്റ് നോക്കുക. എന്തായാലും എന്താണ് ഈ എഴുതിയിരിക്കുന്ന 7,2, 7,3, 7,6 ഇവർ ഡെഫിനറ്റ്ലി എന്താണ്? 7ൻ്റെ മൾട്ടിപ്പിളാണ്. കാരണം 7 × 2 ചെയ്താൽ 14 കിട്ടും. 14 മൾട്ടിപ്പിളാണ്. 7 × എന്ത് ചെയ്താലും എന്താണ്? അത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. സോ ആ 3 എണ്ണം എന്തായാലും വരും. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണേ. വേറെ ഏതെങ്കിലും നമ്പേഴ്സ് അവിടെ പോസിബിൾ ആകുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. 1, 2, 1, 4, 1, 6 അതിൻ്റെ ഉള്ളിൽ ആരും വരില്ല. 3, 2, 6 ആണ്. 3, 4, 12 ആണ്. 12 പറ്റില്ല. 3, 6, 18 ആണ്. ദെൻ 5, 2, 10 ആണ്. 5, 4, 20 ആണ്. 5, 6, 30 ആണ്. സോ അതൊന്നും പോസിബിൾ ആവില്ല. അപ്പോൾ ആകെ പോസിബിൾ ആവുന്ന ആരൊക്കെയാണ്? 7,2, 7,3, 7,4, 7,6. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരാണ് പോസിബിൾ ആവുന്നത്. അപ്പോൾ സോ ഇവിടുത്തെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 3/12 ആണ്. 3/12 എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിനെ
കട്ട് ചെയ്തിട്ട് 1/4 എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഒരു ഫിഗർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. In the figure, there are 2 game boards where small squares are in equal size. While playing by putting dots on each game board without looking into it, the game is won if the dot is placed inside the shaded part. അതായത് ഒരു കളിയാണ്, ഒരു ഗെയിമാണിത്. അതായത് 2 ഗെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. ഗെയിം ബോർഡ് 1, ഗെയിം ബോർഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എന്താ പറയുക, ഡോട്ട്സ് കണ്ണടച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ അതിലേക്ക് നോക്കാണ്ട് ഗെയിം ബോർഡിലേക്ക് നോക്കാണ്ട് ഒരു ഡോട്ട് ഇടുന്നതാണ് ഗെയിം എന്ന് പറയുന്നത്. ആ ഗെയിമിൽ നമ്മൾ ഷെയ്ഡഡ് പാർട്ടിൽ ഈ പറയുന്ന ഡോട്ട് വീണാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വിജയിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വിന്നാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ടു വിൻ ഇഫ് പ്ലേയിങ് ഓൺ ദി ഫസ്റ്റ് ഗെയിം ബോർഡ്? ഫസ്റ്റ് ഗെയിം ബോർഡ് ഉപയോഗിച്ച് നമ്മൾ കളിക്കുന്നതെങ്കിൽ നമ്മൾ ജയിക്കാനായിട്ടുള്ള സാധ്യത, പ്രോബബിലിറ്റി എത്രമാത്രമാണെന്ന്. അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ ഒരു ഭാഗമില്ല കേട്ടോ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമില്ല, അത് കട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, അതില്ലാത്തതാണ് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ എണ്ണ വെച്ചാൽ മതിയാവും. കൗണ്ട് ചെയ്ത് നോക്കുക ജസ്റ്റ് എത്ര ഭാഗം. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല എന്നല്ല, പ്രോബ്ലം ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു 2 ബോക്സ് അത് വരച്ചപ്പോൾ അഡീഷണലി വന്നതാണ്. അങ്ങനെ ഒരു ബോക്സ് ഇല്ലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര എണ്ണം ഉണ്ടെന്ന്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മൊത്തം 10 എണ്ണമാണ്. ഇനി 10 എണ്ണം ആയിട്ട് എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4, 5. 5 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോർഡ് ഉപയോഗിച്ചിട്ട് മാത്രം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിടുന്ന ഡോട്ട് എന്ന് പറയുന്നത് ഷെയ്ഡഡ് പാർട്ടിൽ വീഴാനായിട്ടുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി ഒരു കേസിൽ പറഞ്ഞാൽ ഇനി അഥവാ ആ പാർട്ട് ഷെയ്ഡഡ് അല്ലാണ്ടാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞു എക്സാക്ട്ലി ഇതേപടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടാവുക. ഇതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവാം. പിന്നെ മറ്റേതിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്താണ് 5/12 എന്ന് വരും കേട്ടോ. കാരണം ബാക്കിയുള്ള ഷെയ്ഡ് ചെയ്യാത്ത ഭാഗങ്ങളൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അത് വേണ്ട, നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മാത്രം നോക്കിക്കൊണ്ട് വെച്ചാൽ മതി. then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. പ്ലേയിങ് വിത്ത് വിച്ച് ഗെയിം ബോർഡ് ഗീവ്സ് ബെറ്റർ ചാൻസ് ടു വിൻ? അപ്പോൾ ഏത് ബോർഡ് വെച്ചിട്ട് കളിക്കുമ്പോഴാണ് വിൻ ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ വരുന്നതെന്ന്. അപ്പം നമുക്ക് ഇതിലെ പ്രോബിലിറ്റിയും കണ്ടുപിടിക്കാം. ഇതിൽ സെക്കൻഡ് ബോർഡ് ഉപയോഗിച്ചിട്ട് കളിക്കുമ്പോഴുള്ള പ്രോബിലിറ്റി നോക്കാം. അവിടെ എത്രയാണ്, മൊത്തം എത്ര കുഞ്ഞു കുഞ്ഞു കളങ്ങളുണ്ട്? 1, 2, 3, 4, 5. അങ്ങനെ 5 × 3 15 മൊത്തമുള്ള കോളങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് അതിനുള്ള എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? നീല കളറിലുണ്ട് 1, 2, 3, 4, 5, 6, 7. 7 എണ്ണമാണ്. അപ്പോൾ 7/15 സെക്കൻഡ് ബോർഡിൽ വിജയിക്കുന്നതിനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഇനി 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ്. നമ്മൾ അത് ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 0.5 ആണ്. ദെൻ 7/15 എന്ന് പറയുമ്പോൾ നമ്മൾ ഡെസിമൽ പോയിന്റിൽ എഴുതുമ്പോൾ 0.466 ആണ് വരുന്നത്. അപ്പോൾ ഏതാണ് വലുത്? ഇതാണ് വലുത് അല്ലേ, 0.5 ആണ് വലുത്. സോ ജയിക്കാനായിട്ടുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് കൂടുതൽ എവിടെയാണ്? അത് ഫസ്റ്റ് ഗെയിം ബോർഡ് ഉപയോഗിച്ചിട്ട് കളിക്കുമ്പോഴാണ് കേട്ടോ. അതാണ് ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്ന കാര്യം. മറ്റതിനുള്ള 0.466 ഉള്ളൂ. ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇത്. അപ്പോൾ അതും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. 12ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 11ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. എഗെയിൻ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണ് തന്നിരിക്കുന്നത്. In the figure, a circle with a center C is divided into 3 sectors. ഓക്കെ, ഷെയ്ഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ എൻ്റയർ ഭാഗം കവർ ചെയ്ത് വരും കേട്ടോ. അതും വരച്ചതിൽ വന്നേക്കുന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്, ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ഈ എൻ്റയർ ഭാഗമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ആ സർക്കിൾ സി എന്ന് പറയുന്ന സർക്കിളിനെ സെൻറ്റർ സി ആയിട്ടുള്ള ഈ ഒരു സർക്കിളിനെ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ പറയുന്ന ഈ കാണുന്ന ഈ പച്ച കളറും നീല കളറും കൂടുന്ന ഒരു ഷെയ്ഡഡ് പോർഷൻ. ദെൻ അടുത്തത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി വരുന്ന മറ്റൊരെണ്ണം. ദെൻ എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം. ഓക്കെ, ഇങ്ങനെയാണ് സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ഡോട്ട് is in the sector with which central angle is 60 degree. നമ്മളൊരു ഡോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡോട്ട് ഇടുന്നുണ്ട് പറയുന്നുണ്ട്, അതിനുള്ള നമ്മളൊരു ഡോട്ട് ഇടാണ്. അങ്ങനെ നമ്മൾ ഡോട്ട് ഇടുന്ന സമയത്ത് ആ ഡോട്ട് സെൻട്രൽ ആംഗിൾ 60 ആയിട്ടുള്ള ഈ ഭാഗത്ത് വീഴാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ മൊത്തമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്?
360 ഡിഗ്രി ആണല്ലോ. മൊത്തം ഒരു സർക്കിളിൽ ഒരു പോയിന്റ് ചുറ്റുമുള്ള മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിൽ 60 ഡിഗ്രി വരുന്ന ആ ഒരു സെക്ടറിൽ വീഴാനുള്ള പ്രോബിലിറ്റി അല്ലേ വേണ്ടത്. അങ്ങനെയുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ. ഓക്കെ, സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ ഡിവൈഡഡ് ബൈ എന്താണ് 360 ഡിഗ്രി ചെയ്തുകൊണ്ട് വെച്ചാൽ മതി. ഇനി സെക്ടറിൻ്റെ ഏരിയ ഉപയോഗിച്ചിട്ടും കണ്ടുപിടിക്കാം കേട്ടോ. ഇപ്പോൾ സെക്ടറിൻ്റെ ഏരിയ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചാലും നമ്മൾ എത്താൻ പോകുന്നത് സെയിം ആൻസറിലോട്ടാണ്. സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ പറയുക, θ/360 ഇൻറ്റു πr² ആണ്. πr² അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ ആ ഇക്വേഷൻ ഉപയോഗിക്കാതിരുന്നത്. ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ ഉപയോഗിച്ച് കണ്ടുവച്ചാൽ മതിയാവും. ദാറ്റ്സ് എനഫ്. ഓക്കെ, ദെൻ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രിയാണ് നമ്മളോട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 60 ഡിഗ്രിയാണ്. ഇപ്പോൾ 60/360 എത്ര വരും നമുക്ക്, എത്രയാണ് വരുന്നത്, 1/6 ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതിൽ വീഴാൻ 60 ഡിഗ്രി ഉള്ള ആ ഒരു സെക്ടറിൽ വീഴാനായിട്ടുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണ്. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദി സെക്ടർ വിത്ത് സെൻറ്റർ ആംഗിൾ എക്സ്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ ഉള്ള ഇതിൽ വീഴാനായിട്ടുള്ള പ്രോബബിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അത് എത്രയാണ്, 4/9 ആണ് പ്രോബബിലിറ്റി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അതായത് സെയിം തിങ് ബാക്കിലോട്ട് ചെയ്താൽ മതി. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിന് ജസ്റ്റ് ബാക്കിലോട്ട് ചെയ്താൽ മതി. നമുക്ക് പ്രോബബിലിറ്റി അറിയാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് 4/9 = എത്രയാണ്, സം തീറ്റ അല്ലെങ്കിൽ സം എക്സ്. തീറ്റ എന്ന് എടുക്കണ്ട, എക്സ് എന്ന് എടുത്താൽ മതി. x/360 ആണല്ലോ അല്ലേ. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ലേ, എത്രയാണ് വരുന്നത്, 9x = 360 × 4. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ 9 ഇപ്പുറത്തേക്ക് ഉണ്ടാവുക, x = 360 × 4 ഡിവൈഡഡ് ബൈ 9 ആണ്. എത്ര വരും ഇവിടെ, ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോയിട്ട് 40 വരും. 40 × 4 160 ഡിഗ്രിയാണ്. ദെൻ വാട്ട് ഇസ് അടുത്ത്, അപ്പോൾ ഒരു ഭാഗം 160 ഡിഗ്രി എന്ന് കിട്ടി. ദെൻ വാട്ട് ഇസ് ദി പ്രോബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഇസ് ഇൻ ദി ഷെയ്ഡഡ് പോർഷൻ. ഷെയ്ഡഡ് പോർഷനിലാണ് ഡോട്ട് വീഴാനായിട്ടുള്ള പ്രോബിലിറ്റി എത്രയാണ്, അതായത് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം. ഓക്കെ, അവിടെ വീഴാനായിട്ടുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ ആദ്യം അവിടുത്തെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. അവിടുത്തെ സെൻട്രൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം, 360ൽ നിന്ന് ബാക്കിയുള്ളത് കുറച്ചാൽ പോരെ. 360 - 60 + 160 ചെയ്തുകൊണ്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ എത്ര വരും നമുക്ക്, 140 എന്ന ഉത്തരം വരും. അപ്പോൾ ഈ ആംഗിൾ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 140 ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 140 ആണ് വരുന്നത്. ദെൻ അവിടുത്തെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, എഗെയിൻ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ചെയ്താൽ മതി. അതായത് എത്രയാണ്, സെൻട്രൽ ആംഗിൾ 140 ആണ്. 140 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, 360 ചെയ്തുകൊണ്ട് വെച്ചാൽ മതിയാവും. ഒന്നിൽ നിങ്ങൾക്ക് 140/360 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇത് വെട്ടി കുറച്ചതിന് ശേഷം 7/18 എന്ന് കിട്ടും. എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. 4 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു ഇത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റിനാണ്. സെൻട്രൽ ആംഗിളിൻ്റെ അല്ലെങ്കിൽ സെക്ടറിൻ്റെ ഏരിയ സെൻട്രൽ ആംഗിളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റിനാണ്. അപ്പോൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഭാഗങ്ങളാണ് പറഞ്ഞു പോയത്. അപ്പോൾ ചില ഇമേജസിൽ ചില ഫിഗർ വരച്ചതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് അത് ദയവേത് ഫോർഗീവ് ചെയ്യുക. ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.